ആരൊക്കെ മറന്നു പോയി കഴിഞ്ഞാലും ആ കുട്ടികൾ അത് മറക്കില്ല. എന്തായിരിക്കും? സമയം 8 മണി കഴിഞ്ഞ് 19 ആകുമ്പോൾ ജിനുവാണ് സിറ്റി ലൈറ്റ്സിൽ ഓൺ റേഡിയോ മാംഗോ 91.9. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം FB-യിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. കുറച്ച് കുട്ടികൾ കുറച്ച് സമ്മാനമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ആ സമ്മാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയാനായിട്ട് എന്റെ കൂടെ ഉണ്ട് ഞാൻ വിനയചന്ദ്രൻ, തന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ അധ്യാപകനാണ്. അതായത് ഈ പൊതുപരീക്ഷകളിലെല്ലാം വിജയം നേടിയ കുട്ടികളൊക്കെ വിദ്യാലയങ്ങൾ ഇങ്ങനെ അനുമോദനം സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ സമ്മാനത്തോടൊപ്പം കുറച്ച് നല്ല സന്ദേശങ്ങൾ കൂടി കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനെന്താണ് ഒരു വഴി എന്നൊരു ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ ഒരു 5 ആശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഒന്ന്, വായനശീലം വളർത്തുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആലോചന. അപ്പൊ നമ്മൾ ചുമരിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പുസ്തക സഞ്ചി എന്ന ആശയത്തിലേക്ക് എത്തുന്നു. അതിന് 6 പോക്കറ്റുകൾ, ഒരു 6 പുസ്തകങ്ങൾ, അവർക്ക് എന്നും നേരിട്ട് കാണാനും ഒന്നെടുത്ത് വായിക്കാനും തരത്തിൽ പുസ്തകങ്ങൾ മാറ്റി മാറ്റി ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു പുസ്തക സഞ്ചി, ഒരു കുഞ്ഞു ഹോം ലൈബ്രറി എന്നൊരു ആശയത്തിലേക്ക് എത്തുന്നത്. ഇത് മാത്രമല്ല, ബാക്കി 4 എണ്ണം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് കുറച്ച് പാട്ടിന് ശേഷം. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ഹൃദയത്തിൽ നിന്നും എന്തായാലും അവർക്കിത് മറക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ഗിഫ്റ്റിന്റെ കാര്യമാണല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ മിനിസ്റ്റർ വരെ ഷെയർ ചെയ്ത, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു അടിപൊളി വീഡിയോ. കുറച്ച് സ്റ്റുഡൻസിന് അവർക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചില ഗിഫ്റ്റുകൾ പരീക്ഷ ജയിച്ചതിന് കൊടുത്ത കഥയാണല്ലേ നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ഗിഫ്റ്റ് ഒരു മിനി ലൈബ്രറിയാണ് നമ്മൾ കേട്ടു. ഇനി ബാക്കി ഗിഫ്റ്റ് എന്താണെന്ന് പറയാൻ നമ്മുടെ കൂടെയുണ്ട് ഞാൻ വിനയചന്ദ്രൻ, തന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ അധ്യാപകനാണ്. രണ്ടാമത്തെ സമ്മാനം നമ്മളൊരു വൃക്ഷത്തൈയായി തീരുമാനിച്ചു. മൂന്നാമത് ഒരു സമ്പാദ്യശീലം വളർത്തുക, ഒരു നന്മയും ഒരു കരുതലും വളർത്തുക എന്നതുകൊണ്ട് മൂന്നാമത്തെ സമ്മാനമായി തീരുമാനിച്ചത് ഒരു സ്നേഹ കുടുക്കിയായിരുന്നു. 4ാമത്തെ സമ്മാനമായി പൊതുവെ ഒരു കുട്ടി വിജയിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ചിത്രമുള്ള ഒരു ഉപഹാരം അത് നമ്മളൊക്കെ നൽകാറുണ്ട്. പക്ഷെ കുട്ടിയുടെ കൂടെ ആരൊക്കെയാണ് ഈ വിജയം നേടിയത് എന്നും അവർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന വിധത്തിൽ വിജയിച്ച എല്ലാവരുമുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് നമ്മൾ അടുത്തൊരു സമ്മാനമായി നൽകിയത്. അവസാനമായി നൽകിയ സമ്മാനം കുട്ടിയുടെ ആ പരിശ്രമത്തിനുള്ള വിജയം എന്നുള്ള നിലയിൽ നമ്മൾ പതിവായി നൽകുന്ന ഒരു മൊമെന്റം. അങ്ങനെ 5 ആശയങ്ങളിൽ ഊന്നിയാണ് ഇത്തവണ നമ്മൾ LSS വിജയികൾക്കുള്ള ഈ ഒരു സമ്മാനങ്ങളെല്ലാം ഒരുക്കിയത്. അപ്പൊ ശരിക്കും പറയാൻ കൈ നിറയെ സമ്മാനങ്ങൾ എന്നല്ലേ? തീർച്ചയായും. എന്തായാലും ഇത് കേൾക്കുമ്പോ തന്നെ എന്ത് വെറൈറ്റി സമ്മാനങ്ങളാണെന്നുള്ള കാര്യം നമുക്ക് തോന്നും. എങ്ങനെയാണ് മിനിസ്റ്ററുടെ കയ്യിലേക്ക് എത്തിയത് ഈ വീഡിയോയും ഈ റീൽസും ഒക്കെ? അത് ഞങ്ങൾ ഈ സ്കൂൾ പ്രവർത്തനങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു വീഡിയോകളാക്കി നമ്മൾ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് എങ്ങനെയോ അത് മിനിസ്റ്ററുടെ കയ്യിലെത്തി. അത് മിനിസ്റ്ററുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു. അദ്ദേഹം അതിൽ പറയുന്നു, സമ്മാനത്തിലൊരു വേറിട്ട ചിന്ത ആശയത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. കാരണം ഒരു ഉപഹാരം എന്നതിനപ്പുറം ഒരു പുസ്തകങ്ങൾ, അത് ഒരു ഹോം ലൈബ്രറി എന്ന ആശയം നൽകി എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റ് മിനിസ്റ്റർ പങ്കുവെക്കാനുള്ള ഒരു കാരണമായി നമ്മൾ കണക്കാക്കുന്നത്. അതാണ് ഇത് കുറെ പേർക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണല്ലേ ഇതുപോലെ ഗിഫ്റ്റുകൾ കൊടുക്കാൻ.